നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചിരി വരുന്നത് ചിലപ്പോഴൊക്കെ പ്രാങ്ക് വീഡിയോസ് കാണുമ്പോഴാണ്. കാരണം മറ്റുള്ളവർ എന്തെങ്കിലും പണി കെട്ടി വീഴുന്നത് കാണാനായിട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരത് നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ നല്ല പണി കിട്ടാറുണ്ട്. ചിലപ്പോൾ അവർക്ക് നാട്ടുകാരുടെ അടുത്ത് നിന്ന് നല്ല പോലെ അടിയും കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒരു കുട്ടി അവൻ ചെയ്യുന്ന ഒരു പ്രാങ്ക്, അവൻ ആൾക്കാരോട് ചെയ്യുന്ന ഒരു ട്രിക്ക് അവന് തന്നെ പാരയായിട്ട് വരുന്നതാണ്. ദ ബോയ് ഹു ക്രൈഡ് വുൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുൾഫ് 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 എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോറി ആയിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നത്? നല്ല പോലെ ഇതിൽ നിന്ന് ഉള്ള വൊക്കാബുലറി, സെന്റൻസ് സ്ട്രക്ചർ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പതിവ് പോലെ നിങ്ങൾ ഈ സ്റ്റോറി ഒന്ന് കേട്ടു നോക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ കഥയെല്ലാം ഒന്ന് പറഞ്ഞും കൂടെ നോക്കുക. ഓക്കെ, ദ ബോയ് ഹു ക്രൈഡ് വുൾഫ്. In a village, there was a mischievous boy named Jack. ഒരു വില്ലേജില് ആരുണ്ടായിരുന്നു എന്നാ പറയണത്? ഒരു മിസ്ചീവിയസ് ബോയ് ഉണ്ടായിരുന്നു. മിസ്ചീവിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കുസൃതിക്കാരൻ എന്ന് പറഞ്ഞ ഇത്തിരി കുറുമ്പ് ഒക്കെയുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേരെന്തായിരുന്നു? ഹിസ് നെയിം വാസ് ജാക്ക്. അപ്പോ ഈ മിസ്ചീവ്സിന് പകരം നമുക്ക് വേറൊരു വേർഡും കൂടെ നമുക്ക് പറയാം. കുറുമ്പൊക്കെ കാണിക്കുന്ന ആ കുട്ടികളെ നമുക്ക് പറയാവുന്നതാണ് നോട്ടി. ഓക്കെ, ഐ ഹാവ് എ ബ്രദർ, ഹീസ് വെരി നോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നോട്ടി, കുറുമ്പനാണ് എന്നാണ് അതിൽ അർത്ഥം വരുന്നത്. റൈറ്റ്. ആൻഡ് ഹി വാസ് എ ഷെപ്പേർഡ്. അപ്പൊ ഈ ജാക്ക് ആരായിരുന്നു? അവൻ ഒരു ഷെപ്പേർഡ് ആയിരുന്നു, ഒരു ആട്ടിടയനായിരുന്നു. ആട്ടിടയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുകളൊക്കെ നോക്കുന്ന ഒരു കുട്ടി. He always watched the villagers' sheep. അപ്പൊ ഇവൻ ചെയ്തിരുന്ന പരിപാടി എന്താണ്? വില്ലേജുകാരുടെ, ഇത് അവിടെയുള്ള ആൾക്കാരുടെ ആടുകളെ ഒക്കെ നോക്കുന്ന പരിപാടിയായിരുന്നു. അത് അവരെയൊക്കെ നോക്കി പരിപാലിച്ച് കൊണ്ട് നടക്കുന്ന പരിപാടിയായിരുന്നു നമ്മുടെ ജാക്കിന് ഉണ്ടായിരുന്നത്. One day he got bored. അപ്പൊ എന്തു പറ്റി? ഒരു ദിവസം അവന് ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പൊ ബോറടിക്കുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് തോന്നുക. And he cried, "Please come, help me, wolf, wolf." അപ്പൊ അവൻ ചെയ്ത പണി എന്താണ്? ഈ ആൾക്കാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തൊരു പരിപാടിയാണ്. അവൻ ഉറക്കെ അലറിക്കരയാൻ തുടങ്ങി. അവൻ അലറിക്കരഞ്ഞിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വുൾഫ്, വുൾഫ്, ഒരു വുൾഫ് ഉണ്ട് ഇവിടെ, ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. The villagers came running. അവർ ഓടി വന്നു. ഈ വില്ലേജേഴ്സ് എല്ലാവരും കൂടെ ഓടി വന്നു. But they didn't find any wolf there. അവിടെ അവര് ഒരു വുൾഫിനെയും പോലും കണ്ടില്ല. And they got annoyed. അപ്പൊ അവർക്ക് ദേഷ്യം പിടിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും ആംഗ്രി എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് annoyed. They were annoyed. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു. They grumbled and went back. അപ്പൊ അവരെന്ത് ചെയ്തു? പിറുപിറുത്തു. അവർക്ക് ദേഷ്യം പിടിച്ച് അവർ പിറുപിറുത്തിട്ട് അവര് തിരിച്ചുപോയി. The next day also he thought to prank the villagers. അപ്പൊ നെക്സ്റ്റ് ഡേ പിന്നെയും അതിന്റെ പിറ്റേ ദിവസവും അവൻ എന്ത് ആലോചിച്ചു? പ്രാങ്ക് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രിക്ക് ചെയ്യുക. ഒരു ട്രിക്ക് വില്ലേജേഴ്സിന്റെ മുകളിൽ കൊടുക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. Again he cried, "Please come, help me, wolf, wolf." അവൻ പിന്നെയും കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞിട്ട് എന്താ പറയണത്? വുൾഫ്, വുൾഫ് ഉണ്ട് ഇവിടെ, വേഗം വാ എന്നാണ് അവർ പറഞ്ഞത്. The villagers rushed up to the hills. അപ്പൊ അവര് വേഗം എന്ത് ചെയ്തു? അവര് വേഗം തന്നെ ഭയങ്കര വേഗത്തില് അങ്ങോട്ട് വന്നു. അവിടെ വന്നപ്പോ എന്താ ഉണ്ടായത്? Again they didn't find any wolf there. അവരപ്പോഴും എന്ത് കണ്ടില്ല? ഒരു വുൾഫിനെയും കണ്ടില്ല. And Jack was giggling. അപ്പൊ ജാക്ക് എന്ത് ചെയ്യായിരുന്നു? ഗിഗ്ലി ചെയ്യായിരുന്നു. ഗിഗ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകം നമ്മളൊരു ചിരി ഇരിക്കില്ലേ, കിക്കി എന്ന് പറഞ്ഞ ഒരു ചിരി ഇരിക്കൂലേ, ആ ചിരിക്കുന്നതിനെയാണ് ഗിഗ്ലി ചെയ്യാന്ന് പറയാ. അവൻ എന്ത് ചെയ്യായിരുന്നു? അത് ഗിഗ്ലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Again the villagers got very angry and they went back. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു. അവര് തിരിച്ചുപോയി. The third day really a wolf came there. മൂന്നാമത്തെ ദിവസം പക്ഷെ എന്താ ഉണ്ടായത്? അവിടെ ആരാ വന്നത്? വുൾഫ് ശരിക്കും വന്നു. This time he got afraid. He was so scared. അവൻ
ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ നമ്മൾ എഫ്രൈഡ് എന്നൊരു വേർഡിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു വേർഡ് എന്താണ്? സ്കെയറിയ. SCARE, സ്കേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ആൻഡ് ഹി ക്രൈഡ് അലൗഡ്. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? ഒരുപാട് ഉറക്കെ അവൻ ഇങ്ങനെ ക്രൈ ചെയ്യാൻ തുടങ്ങി. എന്ത് പറഞ്ഞിട്ട് ക്രൈ ചെയ്തു? പ്ലീസ് കം, ദർ ഇസ് എ വൂൾഫ്, വൂൾഫ് പ്ലീസ് ഹെൽപ് മീ. ഉറക്ക അലറി കരയാൻ തുടങ്ങി, ഇവിടെ വൂൾഫ് ഉണ്ട്, വേഗം വാ, വേഗം വാന്ന്. ആ സമയത്ത് നമ്മുടെ വില്ലേജേഴ്സ് വരുമോ? ഒരിക്കലും ഇല്ല. ബട്ട് ദ വില്ലേജേഴ്സ് didn't go to the hill. അവർ പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയുന്നു അവർക്ക് തോന്നി അതൊരു പ്രാങ്ക് ആയിരിക്കുമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ പോയില്ല. ആൻഡ് the wolf pounced on the sheep. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ wolf pounced എന്ന് പറഞ്ഞാൽ ചാടി പിടിച്ചു. ചാടി പിടിക്കുന്ന തന്നെയാണ് പൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ. cat pounced on the rat. ഈ കാറ്റ് ഇങ്ങനെ ചാടി റാറ്റിനെ പിടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് പൗൺസ് ചെയ്യാന്ന് പറയും. അങ്ങനെ ചാടി പിടിച്ചു. And the sheep, they all scattered. അവര് ചിതറിത്തെറിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്കാറ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിതറിത്തെറിച്ചു. അങ്ങനെ ചിതറിത്തെറിച്ചു. And the wolf killed all those sheep. എല്ലാ ഷീപ്പിനെയും നമ്മുടെ wolf തിന്നു. And the boy learned a lesson. Never tell a lie. അങ്ങനെ നമ്മളുടെ ജാക്ക് എന്ത് ലെസൺ ആണ് അവിടെ മനസ്സിലാക്കിയത്? നോണ പറയാൻ പാടില്ല. അപ്പോ നമുക്ക് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് മറ്റുള്ളവരെ പറ്റിക്കുക, ട്രിക്ക് ചെയ്യുക, അവർക്കൊരു പ്രാങ്ക് ആക്കുക, അവരെ പറ്റിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ ഭയങ്കര ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഈ സ്റ്റോറി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പുതിയ വേർഡ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. കാരണം ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ സെന്റൻസുകളിൽ യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്പെടും.